ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് റുട്ടീനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പം ഇന്ന് ചേച്ചി 2 കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ്ങുവിന് ഭയങ്കര സന്തോഷമായി ശ്രീയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ കളിക്കുകയായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പം കുറച്ച് മീൻ കൊണ്ടുവന്നു, മാന്ത ഈ മീൻ, പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അത് വൃത്തിയാക്കുക തരുവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചായ റെഡിയായി കേട്ടോ. ഇതാണ് ചെമ്മീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മാന്ത ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നത്തലും ഉണ്ടായിരുന്നു. നത്തൽ നേരത്തെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുവാണ് കേട്ടോ. ഏട്ടന് മീൻ നന്നാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വന്നതുകൊണ്ട് ഇതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് വെച്ച പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് ഓരോ വർത്താനം പറഞ്ഞ് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം എന്തോ അത് പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മേനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ പൊളിക്കാൻ പറ്റാത്തതെന്ന്. എന്തായാലും നൈറ്റ് ടൈം ആവുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കറി വേണം സ്പെഷ്യലായിട്ട്, ഉച്ചക്കത്തെ അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൻ കറിയൊന്നും ഇതുവരെ വെച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരും. പിന്നെ ഞാൻ കുറച്ച് കുളിക്കാൻ വെള്ളം വെച്ചു, മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. സന്ധ്യ ആയായിരുന്നു, അതുകൊണ്ട് തല കുളിപ്പിച്ചില്ല, ജലദോഷം ശ്വാസം മുട്ടൽ ഉള്ളത് കൊണ്ട് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ചെമ്മീൻ നന്നാക്കാനായിരുന്നു. ചെമ്മീൻ നന്നാക്കുന്ന ഇടയിൽ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും വന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് പൊളിച്ചിട്ടു കേട്ടോ, അതിൻ്റെ തോട്. അമ്മ അതിൻ്റെ നൂലിങ്ങനെ വലിക്കാമെന്ന് പറഞ്ഞു, എങ്കിലല്ലേ വേഗം തീരുള്ളൂ. എല്ലാവരും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കൊരു മുഷിച്ചിലായിരിക്കും. എനിക്കിങ്ങനെ കുറേ നേരം ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം കേട്ടോ. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് സമയം പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ അച്ഛൻ കുറേ പല്ലിൽ കുത്തുന്ന കൊള്ളി ഇവിടെ വാങ്ങി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കൊള്ളി എടുത്തിട്ട് അമ്മ അതിൻ്റെ നരമ്പ് വലിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് അങ്ങനെ വൃത്തിയാവുമെന്ന് അറിയില്ലല്ലോ, കറക്റ്റായി വൃത്തിയാവുമെന്ന് പറഞ്ഞ് അമ്മ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിളക്ക് കത്തിച്ചു, പിള്ളേർ സന്ധ്യാനാമം ചൊല്ലുകയാണ്. പിന്നെ അതിന് ശേഷം ഏട്ടൻ വീണ്ടും വെളുത്തുള്ളി ഇതൊക്കെ പൊളിച്ചു കേട്ടോ, വറുക്കാൻ വേണ്ടി മസാലയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞു. നത്തൽ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി മസാലയാക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്യുന്നതിന്. അപ്പോൾ 3 കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്തു കേട്ടോ മുട്ട. പിന്നെ നമ്മൾ മസാലയൊക്കെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. മാന്തയിലോട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ, ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ അച്ഛൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം വാട്ടുന്നുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ, വെളുത്തുള്ളി ഇല്ല കേട്ടോ, വെളുത്തുള്ളി അച്ഛന് ഇഷ്ടമല്ല, അതുകൊണ്ട് വെളുത്തുള്ളി നമ്മൾ ഒഴിവാക്കി ഇഞ്ചിയും പച്ചമുളകും. അപ്പോഴേക്ക് ഞാൻ മീൻ ഫ്രൈ ആക്കി പകുതിയായി പൊരിഞ്ഞു വന്നു കേട്ടോ നന്നായിട്ട്. പിന്നെ കിങ്ങുവിനാണെങ്കിൽ കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ എപ്പം പോകാത്തതുകൊണ്ടും കിങ്ങുവിന് പഠിക്കാനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീയ്ക്കും എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അവരെ കൂടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു കിങ്ങുവിന് വേണ്ടിയിട്ട് കേട്ടോ. കിങ്ങുവിനിപ്പോൾ നഴ്സറി ചേർത്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നാൽ വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവരും. നല്ല മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, ലവ്.